ഹലോ, അലന്യാത്തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്കൂളില്ല കേട്ടോ. സ്കൂളില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകിയാണ് എണീറ്റത്. ഞാൻ മാത്രമല്ല, എല്ലാവരും മക്കൾ എണീറ്റിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഏട്ടൻ കുളിക്കാൻ കയറി, ഞാൻ അടുക്കളയ്ക്കും കയറി. അങ്ങനെ അടുക്കളയിൽ ചായ ആയിപ്പോൾ ഞാൻ ഗോതമ്പും പിന്നെ കുറച്ച് ഗോതമ്പും കുറച്ച് അരിപ്പൊടി കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം അരിപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗോതമ്പുണ്ട്, റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടി ഗോതമ്പ് ഇട്ടിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അധികം വ്ളോഗിലും ചിലപ്പോൾ ഈ ഒരു ദോശ തന്നെയാവും അധികം കാണും. കാരണം ഇവിടെ എല്ലാവർക്കും ഈ ഒരു കലക്കി പറഞ്ഞിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അരിപ്പൊടി ദോശ, കലക്കിപ്പറന്ന ദോശ എന്നൊക്കെ പറയും. അതാണ് ഇവിടെ അച്ഛനും ഇഷ്ടം, മക്കൾക്കും ഇഷ്ടം. അതാണ് അവർ കൂടുതൽ കഴിക്കുക. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും സുഖമാണ്, അതാണ് ഉണ്ടാക്കുകയും ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലും ചപ്പാത്തി, പൂരി, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കും. പിന്നെന്താ, എപ്പോഴെങ്കിലും നൂലിപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ വെറൈറ്റി ആയിട്ട്. ഏട്ടന് പണിയില്ലാത്ത ദിവസമാവും അധികം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക. പിന്നെ പത്തിരി ഉണ്ടാക്കാറുണ്ട്, കുറേ ഉണ്ടാക്കിയിട്ടോ. അതൊക്കെ ഏട്ടന് പണിയില്ലാത്ത ദിവസം നമുക്ക് അതിനൊക്കെ തിരിയാൻ പറ്റുള്ളൂ. അധികം ഈ ദോശയും ഉപ്പുമാവും പൂരിയൊക്കെ തന്നെയാവും. അങ്ങനെ ദോശ ഉണ്ടാക്കി അതിലേക്ക് ഉള്ളിക്കറി ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടന് കൊണ്ടുപോകും വേണേ, ദോശ 10 മണിക്ക് കഴിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് കറിയായിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ട് നേരാക്കാണ് ഞാൻ. ഉള്ളി നേരാക്കി കഴിഞ്ഞിട്ട് പച്ചമുളകും തക്കാളിയൊക്കെ എടുത്തു. അങ്ങനെ ഉള്ളിക്കറിയും ഉണ്ടാക്കുന്നുണ്ട്. കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറിയുന്നുള്ളൂ. ഇപ്പം അങ്ങനെ നേരത്തെ കുളിക്കാറില്ല. ഇപ്പോൾ ചക്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നോലുമ്പ് എടുത്തപ്പോഴാണ് പിന്നെ നിവർത്തിയില്ലല്ലോ, നമുക്ക് നോലുമ്പല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ആ ടൈമിന് അങ്ങനെ കുളിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ നോലുമ്പൊന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ. പിന്നെ അന്ന് സ്കൂളില്ലാത്ത ദിവസം അതിൻ്റെ തലയിൽ നല്ല താരൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ കുറച്ച് ഉള്ളിനീരോ എന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ താരം പോകാനൊക്കെ നന്നായിട്ട് എഫക്റ്റായിട്ടുള്ള സാധനം ഉള്ളിനീരാണ്. ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ തലയിലോ മുഖത്തോ അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാൻ പേടിയാണ് എനിക്ക്. കാരണം എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെന്നില്ല. അല്ലാതെ തന്നെ ഗുളികയുടെ റിയാക്ഷൻ ആവശ്യാനുസരണം ഉണ്ട്. അപ്പോൾ തലയിലൊക്കെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും തിരിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ എന്ത് വന്നാലും വേണ്ടില്ല, ഒരു ദിവസം ഇട്ട് നോക്കിയപ്പോൾ ഇല്ല, പഴയ പോലെ തന്നെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ചെറുപ്പം മുതൽ ഈ നാട്ടിലുള്ള താളികളും അതും ഇതൊക്കെ തേച്ചിട്ട് എൻ്റെ തലയ്ക്ക് അതൊക്കെ എല്ലാവരും പറയും, ഈ കറ്റാർവാഴയൊക്കെ തേക്കുമ്പോൾ പറയും നല്ല തണുപ്പല്ലേ, എങ്ങനെ ഈ തേക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും തേക്കും. ഈ അച്ഛമ്മമാരുള്ള കാരണം പണ്ടൊക്കെ നമ്മൾ പുഴയിൽ പോയിട്ടൊക്കെ കുളിച്ചിരുന്നൊക്കെ. അപ്പോൾ അച്ഛമ്മമാർ കണ്ട താളികൾ മൊത്തം പറിച്ചിട്ട് അവർ തല തേക്കുന്ന കണ്ടിട്ട് ഞങ്ങളും അത് തല തേക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് തേച്ചരും ചെയ്യും. ഈ നീരൂലിയുടെ ഇല ഉണ്ടല്ലോ, നീരൂലി പറയും, നീരൂലിയുടെ ഇല എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് ഷാമ്പു പോലെ ആക്കിയിട്ട് താളിയാക്കിയിട്ട് അത് തലയിൽ തേക്കാറുണ്ട്. പിന്നെ കുറുന്തോട്ടി ഉണ്ടല്ലോ, നമ്മളെ ചെറിയ കുറുന്തോട്ടിയുണ്ട്, വലിയ കുറുന്തോട്ടി, അതിൽ വലിയ കുറുന്തോട്ടി അത് തേക്കും. പിന്നെ പാറത്താളി പറഞ്ഞിട്ടൊരു താളിയുണ്ട്, വെള്ളിലത്താളിയിൽ അത്. പിന്നെ നമ്മളെ ചെമ്പരത്തിത്താളി അത് പിന്നെ മസ്റ്റാണല്ലോ, അത് തേക്കാറുണ്ട്. പിന്നെ വേങ്ങ നമ്മളെ വേങ്ങയുടെ ഇല, അതും ഈ താളിയായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ, അത് തേക്കാറുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഉലുവ ഞങ്ങൾ ആദ്യം മുതലേ ചെറുപ്പം മുതലേ തേച്ചിരുന്ന ഉലുവ അങ്ങനെയൊക്കെ തേക്കും. അങ്ങനെ ഞാൻ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ഞാനും ചായ കുടിക്കാൻ ഇരിക്കണമൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഏട്ടന് ചായ കൊടുത്തിട്ടു. അപ്പോൾ ഏട്ടൻ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിന് മറുപടി പറയുന്നു, എന്തോ ഒന്ന് കളിയാക്കി. അപ്പോൾ അതിന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പോയതാണ്. ആളവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ കാണിക്കണ്ട പറഞ്ഞ കാരണം ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് ക്യാമറ തിരിക്കാൻ കേട്ടോ. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് ഞാൻ പല്ല് തേക്കാൻ പോയി. ഞാൻ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം ഞാൻ
എൻ്റെ പല്ലേപ്പൊക്കെ ചായപ്പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പല്ലേക്കൊക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ മറ്റൊരു നീട്ടിട്ടില്ല, മക്കൾ രണ്ടും നീട്ടില്ല. അപ്പോൾ ഞാൻ പല്ലേക്കാൻ നിന്നു. എൻ്റെ പല്ലേക്കൽ കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ അപ്പോഴത്തേനും അവർ തുമ്പി നീട്ടി വന്നിട്ടുണ്ടായിരുന്നു. തുമ്പി നീട്ടി വന്നിട്ട് അവൾ നേരത്തെ പല്ലേക്കൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ചായ കുടിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാം കുടിച്ചാൽ അപ്പോൾ ദോശ വേണ്ടാക്കി ബിസ്ക്കറ്റ് മതിയായിരുന്നു. അതിന് ചില നേരത്ത് പ്രത്യേക ഒരു സ്വഭാവമാണ്. അപ്പോൾ ബിസ്ക്കറ്റ് മതി പറഞ്ഞിട്ട് ബിസ്ക്കറ്റ്, അപ്പോൾ അവൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി ചായ വെച്ചു. പൊന്നിട്ട് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അവൻ്റെ പല്ലേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കഴിഞ്ഞിട്ട് വേണം അവന് ചായ കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ മീൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പം ഇന്ന് വെത്തളാണ് കേട്ടോ കിട്ടിയത്. ചൂടാന്നല്ലേ വെത്തളിന് പറയും, ഞങ്ങൾ വെത്തൾ പറയും. ചൂടാന്നല്ലേ പറയാം. ഏട്ടൻ ചൂടാ പറയുന്നത്, ഞാൻ വെത്തൾ എന്നിട്ട് പറയും. അങ്ങനെ അപ്പോൾ മീൻ നന്നാക്കാണ്ട് അത് കറിയും വയ്ക്കണം, വറുക്കും ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും. ഏട്ടൻ പണി മാറ്റി വന്നിട്ട് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച തിരുവാതിരയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ. ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ അപ്ലോഡ് ആക്കണത് കുറച്ച് വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുന്നുണ്ട്. കാരണം തിരുവാതിരക്ക് നമ്മൾ കൂവൊക്കെ വരകുമല്ലോ. അപ്പോൾ അമ്മ എല്ലാ പ്രാവശ്യവും എനിക്ക് ഇങ്ങോട്ട് കൂവപ്പൊടി തന്നയക്കാറാണ്. പക്ഷെ ഇപ്രാവശ്യം കൂവപ്പൊടി കുറഞ്ഞ കാരണം എന്നോട് പറഞ്ഞു അങ്ങോട്ട് വായോ, ഇങ്ങോട്ട് ഇവിടെ നിന്ന് കഴിച്ച് പോവാമല്ലോ വിചാരിച്ചു. അപ്പോൾ പൊന്നുട്ടന് സ്കൂളിൽ ആനുവൽ ഡേ ആയ കാരണം ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസം പോലും ലീവാക്കരുത് എന്നുള്ള ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തിങ്കളാഴ്ച തന്നെ പോരണം. അപ്പോൾ ഏട്ടൻ രാവിലെ നേരത്തെ പോരാന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി, രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സിങ്ക് ഒഴിവാക്കുക. കാരണം മീൻ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഒഴിക്കാനുള്ളതൊന്നുമില്ല. നമ്മളെ വീട്ടിലൊക്കെ വെച്ചാൽ ഏതെങ്കിലും ഒരു പറമ്പിക്കൊക്കെ ഒഴിച്ചാൽ മതി. ഇവിടെ അതൊന്നും പറ്റില്ല. ഞങ്ങൾ മേലെയാണ് താമസിക്കുന്നത്. പ്ലാസ്റ്റിക് സാധനങ്ങളും നമ്മളെ വേസ്റ്റൊന്നും താഴേക്ക് ഇടാനോ ഒന്നും പാടില്ല. കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലാണ് വേസ്റ്റ് ഒക്കെ ഇടുക. മീൻ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ അതിനായിട്ടൊരു വേസ്റ്റ് ബക്കറ്റ് ഇതിലിട്ടിട്ട് പിന്നെ നമ്മൾ ആ കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടുപോയിടുക ചെയ്യുക എല്ലാവരും. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടുപോയി കത്തിച്ചിരുന്നു. അപ്പോൾ കത്തിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഉണ്ട്, പിന്നെ കുറച്ച് റോസാപ്പൂക്കളുണ്ട്, പിന്നെന്താ കറ്റാർവാഴ ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികളെന്ന് പറയുന്നത്. കുറേ റോസ് ഉണ്ടാകുന്ന കേട്ടോ. എനിക്കന്ന് വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ കുറേ അഡ്മിറ്റും കാര്യമൊക്കെ ആയപ്പോൾ മേലേക്കാർക്കും കയറാനും പറ്റില്ല. ചാവി ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടാർക്കും കയറാനും പറ്റില്ല, ഇതിന് വെള്ളം ഒഴിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഒക്കെ വാടിപ്പോയി. എന്നിട്ടിപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രണ്ടാമത് നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. എത്ര റോസ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിരുന്നു. ഓറഞ്ചും ചുവപ്പും വെള്ളമൊക്കെ മഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നന്നായി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഞങ്ങളിവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഞങ്ങളിവിടെ നിന്ന് പോയി പിന്നെ 2-4 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേനും ഒക്കെ കരിഞ്ഞ ഇതായിരുന്നു. അങ്ങനെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തലേ ദിവസം നോക്കുമ്പോൾ ഒരു മുട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ആ മുട്ട് വിരിയേണ്ടതാണ്. അവൻ കാണാനില്ല. ആരോ പൊട്ടിച്ചിരുന്നു. എൻ്റെ മക്കളാരെങ്കിലും ആവും പൊട്ടിച്ചിരിക്കുന്നത്. അത് ചോദിച്ചിട്ട് ഞാൻ ചെന്നത് പൊന്നിട്ടുന്നത്. അപ്പോൾ അവനെ അറിയില്ല, തുമ്പി അറിയില്ല. ആരോ ഒരാൾ എന്തോ ചെയ്തെന്ന് എന്തായാലും. എന്നിട്ട് ഞാൻ വെത്തൽ നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ എപ്പോഴും അടുക്കളയുടെ ജനൽ തുറന്നിടും. കാരണം ഈ ഗ്യാസൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് എനിക്ക് നല്ല പേടിയാണ്. ഇവിടെ ഫുൾ ഗ്യാസാണല്ലോ കത്തിക്കുന്നത്. അപ്പോൾ വിറകല്ല. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ജനൽ തുറന്നിടും. രാവിലെ നല്ല തണുപ്പായ കാരണം തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ തുറന്നിട്ട് ഇതൊക്കെ ഈ കുപ്പിയിലൊക്കെ ചെയ്തത് എൻ്റെ കലാവിരുതാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ തോന്നും. അപ്പോൾ അത് ചെയ്യും. അത് എൻ്റെ ഒരു ഇതാണ്. അതേപോലെ തന്നെ എംബ്രോയിഡറി ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് എംബ്രോയിഡറി കുറേ ചെയ്തു തന്നു. ഓരോ അതേപോലെ അടിക്കാൻ കിട്ടും. ഇഷ്ടംപോലെ ചുരിദാർ അടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. മടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ പിന്നെ യൂട്യൂബും തുടങ്ങിയ കാരണം നല്ല മടി കൂടി.
ഇത് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ചെടി അതിനെ ഞാൻ വേര് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ആ കുപ്പിയോളേക്ക് മാറ്റാമെന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വേര് വന്നിട്ടുണ്ട്, 2 വന്നിട്ടില്ല. ഫുള്ള് വന്നിട്ട് വേണം കുറച്ചൊന്നും ആയതിനു ശേഷം കുപ്പിക്ക് മാറ്റാമല്ലോ വെച്ചിട്ടാണ്. അതുവരെ അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി പോവുകയാണ്. മീൻ നന്നാക്കാൻ വേണ്ടി നോക്കാണ്ട് അപ്പോഴത്തേനും പൊന്നിട്ട് നീറ്റ് വന്നിട്ട് ചായയൊക്കെ ചോദിച്ചു. ഞാൻ ചായയൊക്കെ എടുത്തെടുത്തു കേട്ടോ. അവന് ചായ കുടിക്കാതിരിക്കുന്നുണ്ട്, കാർട്ടൂണും കാണുന്നുണ്ട്, 2 കൂടിയിട്ട്. ടി വിയിൽ പൈസ കഴിഞ്ഞാൽ ഏട്ടൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബ് വെച്ചിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ വൈഫൈ ഓണാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഇരുന്ന് കാണുന്നത് കേട്ടോ 2. മറ്റേ ടി വിയിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കാർട്ടൂണ് അതിലുള്ളതിരുന്ന് കാണും. ടി വിയിൽ പൈസ കയറ്റിയിട്ടില്ല, അപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പൈസ കയറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഫോൺ കണക്ട് ചെയ്യുക ടി വിയിൽ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കാണും. അവരില്ലാത്തപ്പം ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എൻ്റെ നെറ്റ് എന്ന് പറയുന്നത് പറയുമ്പോഴത്തേക്കും കഴിയും. അതുകൊണ്ട് അധികം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അത് കുറച്ച് കറി വയ്ക്കാനും വറുക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചു. അത് അപ്പുറത്ത് അവളുണ്ട്. അവൾ ചിക്കനായിട്ടും പക്കോട പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു. ഞാനും തുമ്പി കുറച്ചൊക്കെ കഴിച്ച്, കുഞ്ഞുട്ടനും കഴിച്ചു. ഞാൻ അച്ഛനൊന്ന് എടുത്തേക്കടാന്ന് പറഞ്ഞിരുന്നു. ഞാൻ നോക്കുമ്പോൾ അത് ഫുള്ളോനെ എടുത്ത് കഴിച്ചിരുന്നു. ഏട്ടന് എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓനെ ഫുള്ള് കഴിച്ചിരുന്നു. ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ. ബാക്കി കുഞ്ഞുട്ടൻ കഴിച്ചു, തുമ്പിയും കഴിച്ചിരുന്നു. അങ്ങനെ ആ മീനൊക്കെ കായം പരട്ടാണ്. ഇത് വറുക്കാനുള്ളത് കായം പരട്ടി വെച്ച് പുളിങ്ങയും വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞങ്ങളൊന്ന് വൈകിട്ട് പോകണം. കാരണം തോനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആരും ഇല്ലല്ലോ കൂട്ടാനാണ്. അപ്പോൾ പിന്നെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ, ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ മീനൊക്കെ കായം പരട്ടി വെച്ചിട്ട് വേണം എൻ്റെ തലേമയ്ക്കുള്ള കാര്യം നോക്കാൻ വെച്ചിട്ട് വെക്കുകയാണ്. കാരണം ഉള്ളി മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുകയൊക്കെ വേണം. എന്നിട്ട് അത് കുറച്ച് നേരം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇരിക്കാൻ. അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം അതിലേക്ക് കിടക്കാൻ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ച്. ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് ഉള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് അത് നുറുക്കിയിട്ടിട്ടു. അത് നുറുക്കിയിട്ടപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു കറ്റാർവാഴയുടെ തണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി അതിൽ ആഡ് ചെയ്താലോ വെച്ചിട്ട് ഞാൻ ആ കറ്റാർവാഴയുടെ തണ്ടും കൂടി അതിൽ ഇട്ടുട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വെച്ചിട്ട്. അതാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഉള്ളിനീര് മാത്രമേ തേക്കാറുള്ളൂ. പക്ഷേ കറ്റാർവാഴ കണ്ടപ്പോൾ അതും കൂടി ഇട്ടിട്ട് അഴിച്ചിട്ട് തേച്ച് നോക്കാൻ നല്ലതാണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അതും കൂടി എടുത്തിട്ടുട്ടാ. അതും കൂടി ഇട്ടിട്ട് അത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അരിപ്പയിലല്ല ഞാൻ അരിച്ചെടുക്കുക. ഒരു തുണി, ഒരു സാരിയുടെ ഒക്കെ ആവും നല്ലത്. കോട്ടൺ എടുക്കുന്നതിനേക്കാളും നല്ലത് സാരിയുടെ ഒക്കെ ഈ ഷിഫോണിൻ്റെ പോലത്തെ തുണികളുണ്ടാവില്ലേ, ഷിഫോൺ സാരികൾ, അങ്ങനത്തെ ടൈപ്പ് സാരി ടൈപ്പ് സാധനങ്ങൾ അതിലാണ് പിഴിയാൻ സുഖം. കാരണം വേഗം നീര് മാത്രമായിട്ട് ഇട്ടാൽ ചണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇരുന്നിട്ട് നമ്മളെ തലയിലുള്ള താരം കൂടുക എന്നുള്ളതും കൊണ്ട് കുറയില്ല. ഈ നീര് മാത്രമാകുമ്പോൾ നമുക്ക് കഴുകിക്കളയാനും സുഖമാണ്. അതിൻ്റെ പൊടിയൊന്നും നമ്മളെ തലയിൽ ഇരിക്കുകയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. എന്ത് അരച്ച് തേക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ ചുരിദാർ ഞാൻ ഇട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ആ ചുരിദാറാണ് ഇടുന്നത് വീട്ടിൽ പോകുമ്പോൾ. അതിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, അടിച്ചതിൻ്റെ ബാക്കി കഷ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് അത് കൊടുന്ന് വെച്ചിട്ടുണ്ട് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ എണീറ്റ് വന്നിട്ട് അതൊക്കെ ആകെ കുത്തി മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോവാണല്ലോ, അപ്പോഴത്തേനും ഞങ്ങൾ കിടക്കണതൊക്കെ ഒന്ന് തിരുമ്പിടാന്ന് വിചാരിച്ച് തലണക്കവറും മക്കളുടെ ഇപ്പോൾ പൊന്നുട്ടനും തുമ്പിയും കട്ടിൻ്റെ മുകളിലാണ് കിടക്കുക, ഞാനും ഏട്ടനും താഴെയും. അത് പൊന്നുട്ടൻ കട്ടിൽ മേലെ കിടക്കുക. അപ്പോൾ തുമ്പിയും ഞാൻ ഏട്ടൻ്റെ അടുത്തൊക്കെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കും. കുറേ കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ, കച്ചറിയാതെ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടെയാണ് കിടക്കുക. അപ്പോൾ അവരെ മക്കളെ എല്ലാതും തിരുമ്പാനെടുത്തു, ഞങ്ങളൊക്കെ തിരുമ്പെടുത്തിട്ട് അതിന് ശേഷം ഞാൻ മുടി
കെട്ടുണ്ടെങ്കിൽ മുടി കെട്ടുള്ളതൊക്കെ കെട്ടിറക്കണം. കെട്ടിറത്തിട്ടാണ് ഞാൻ എണ്ണ തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉള്ളിനീര് ഓരോ ഇഴയായിട്ട് എടുത്തിട്ട് അങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ചെയ്യുക. ഏത് ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. നമുക്ക് ഇത് തേച്ചാൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നവർ അധികം നേരം തലയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. വേഗം തേച്ചിട്ട് വേഗം കഴുകി കളയാം. ബാത്റൂമിൽ തന്നെ തേച്ചിട്ട് പെട്ടെന്ന് കഴുകി കളയാം. എനിക്ക് പിന്നെ തേച്ച് വെച്ചാലും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കുറേ നേരം തേച്ച് വെച്ചിട്ട് പിന്നെയാണ് കഴുകി കളയുക. കുറച്ച് നേരം ഞാൻ തല വെച്ചേനെ കേട്ടോ. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ആഴ്ചയിൽ ഇടവിട്ടിട്ട്, ആഴ്ചയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ നാളെ തേക്കില്ല, പിന്നെ പിറ്റേ ദിവസം തേക്കാം. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ തേക്കാറ് കേട്ടോ. എനിക്ക് നല്ല കുറവുണ്ട്. എനിക്ക് ഈ തലയിൽ താരം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തൊക്കെ കുരുവുണ്ട്. മുഖത്തൊക്കെ നിറയെ കുരു വന്നിട്ട് അങ്ങനെ തരി കുരു ഉണ്ടാകുന്നു. മുഖത്ത് മാത്രമല്ല, നെഞ്ഞത്ത്, ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, നെഞ്ഞത്ത്, പിന്നെ ബാക്കിൽ, കഴുത്തിൻ്റെ ബാക്കിൽ, നമ്മളെ പുറത്തിൻ്റെ അവിടെയൊക്കെ മുടി വന്ന് വീഴുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മുടിയുള്ള കാരണം ആ മുടി വന്ന് വീഴുന്ന ആ ഭാഗം മൊത്തം കുരുക്കളാട്ടോ. അതാണ് ഞാൻ കാണിച്ചിരുന്നത്. അവിടെ മൊത്തം 2 സൈഡിലും നിറയെ കുരുക്കളായിട്ട്, അതും ചോര കുരുക്കളും ചാലുള്ള കുരുക്കളും പിന്നെ വേദനിക്കുന്നുണ്ട്. കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ടാവണം. അപ്പം ഇനി മരുന്നിൻ്റെ റിയാക്ഷൻ ആണോ എന്നൊരു സംശയം കൂടി എനിക്ക് ഉണ്ടാകുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ തലയിൽ ഈ ഉള്ളിനീര് തേച്ചിൻ്റെ തലയത്തെ താരം കുറഞ്ഞപ്പോൾ ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം കുറച്ച് കുറഞ്ഞ പോലെയാണ് തോന്നിയത്. കുരുക്കളിന് കുറച്ച് ആശ്വാസമുള്ള പോലെ തോന്നി. പിന്നെ സോപ്പ്, എനിക്കിപ്പോൾ അങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ള സോപ്പുകളോ ക്രീമുകളോ ഒന്നും തേക്കില്ല. പൊതുവേ ഞാനൊരു പൗഡർ പോലും ഇടാറില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ടിപ്പോൾ ഏട്ടൻ ബേബി സോപ്പ് വാങ്ങിക്കൊടുക്കുന്നത്. അതാവുമ്പോൾ അധികം കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ബേബി സോപ്പാണ് ഇപ്പോൾ ഞാൻ തേക്കുന്നത്. ഞാൻ മൊത്തം തേക്കുന്നത്. കാരണം എൻ്റെ ദേഹം മൊത്തം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ബേബി സോപ്പാണ് തേക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് തുമ്പീനെ കുളിപ്പിച്ചു. തുമ്പീനെ കുളിപ്പിക്കൽ കഴിഞ്ഞിട്ട് തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. ചോറ് വെച്ചിട്ടില്ല, ചോറ് വെക്കാനുണ്ട്, മീൻ കറി വെക്കാനുണ്ട്, വറുക്കാനുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ്. നമ്മൾ ചോറിന് ഇപ്പം നല്ല വെള്ളം നമ്മൾ താഴത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക, മോട്ടർ ഇട്ടിട്ട്. ഇവിടെ ഉള്ളത് നമുക്ക് കുഴൽക്കിണറത്തെ വെള്ളമാണ് ഈ ഉള്ളിലേക്കൊക്കെ വരുന്നത്. എന്താണ്, നല്ല വെള്ളം കുടിക്കാനുള്ളതും നമുക്ക് വെക്കാനുള്ളതൊക്കെ ഞങ്ങൾ പുറത്ത് പോയി കൊണ്ടുവരിക. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കുന്ന ബക്കറ്റ് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. റേഷൻ കടയിൽ പോയി ഇന്നലെ ഏട്ടൻ. അപ്പോൾ അരി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ റേഷൻ കടയിൽ പോയി അരി കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അരി തീരാറായ ഒരു ടെൻഷനാണ്, വാങ്ങേണ്ടി വരില്ലേ അതിൻ്റെ. അപ്പോൾ അപ്പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിക്ക് അവളുടെ കുട്ടിക്ക് ഈ അരി കിട്ടിയിട്ടുണ്ട്. അവർ ഈ അരി കഴിക്കില്ല, അവർ മറ്റേ മട്ടയും ഇതൊക്കെയാണ് കഴിക്കുക. ഇത് വേഗം വേകുന്ന അരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൊടുന്നു തന്നു കേട്ടോ. അവരങ്ങനത്തെ അരി കിട്ടി അപ്പം ഞങ്ങൾക്ക് കൊടുന്നു തരും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെ. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ മുതലേ അവരങ്ങനെയാണ്. എന്താണ്, ഞങ്ങൾക്ക് കൊടുന്നു തരും. അവർ കഴിക്കില്ല അത്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ, അപ്പോൾ ഞങ്ങൾക്ക് കൊടുന്നു തരും. എനിക്ക് മട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഞങ്ങൾക്ക് ഈ വെള്ളരിയേ പറ്റുള്ളൂ. എൻ്റെ ചേട്ടൻ അതേ കഴിക്കുള്ളൂ, മക്കൾക്കും അതേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കും അതുതന്നെയാണ് ഇഷ്ടം. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, നമ്മളെ കഴിക്കാൻ നല്ലതാണ് അത്ര. പക്ഷേ എന്താ പറയുക, ഇത് കറിയെന്ന് വെച്ചാൽ ഇത് കാണില്ല. പിന്നെ ഭയങ്കര നല്ല ഗ്യാസും വേണം ഇത് കത്തണമെങ്കിൽ. തീ അടുപ്പത്തൊക്കെ നമുക്ക് ആ അരി വേവിക്കാൻ പറ്റുള്ളൂ, നല്ല വേവുള്ളതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വേവും. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ എന്നിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. എന്താണ്, അരി എടുത്തിട്ട് അത് ഞാൻ അരി ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരത്തെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കും കേട്ടോ. അപ്പോൾ റേഷൻ കടത്തെ അരി കാണാൻ അതിൽ നല്ല കുറിഞ്ചാത്തനും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൊടികളൊക്കെ ഈ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊങ്ങും. പൊന്തി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിച്ച് കളഞ്ഞിട്ട് കുറേ വട്ടം കഴുകണം. ചൂടുവെള്ളം ഒഴിച്ച് കഴുകണം, പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകണം. അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് മീൻ വറുത്തെടുക്കുക വെച്ചിട്ട് മീൻ വറുക്കാനുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ വറുക്കാനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കുറേ നേരമായി ഞാനത് കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ പരത്തി വെച്ചത്. അപ്പോൾ കറി വെക്കുന്നതിൻ്റെ മുന്നേ അത് വറുത്തെടുക്കാൻ വിചാരിച്ചു. അത് വറുത്തെടുത്തതിന് ശേഷം ഞാൻ
എന്താണ് ആ വറുത്ത് എണ്ണയിൽ തന്നെ മീൻകറി വറവിടാറ്. പക്ഷേ മീൻകറി വറവിടാൻ ചെറിയ ഉള്ളി ഇല്ല എന്നുള്ളത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒരു പണി കഴിഞ്ഞല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മീൻ വറുക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ മീനും വറുക്കാൻ വെച്ചിട്ടുണ്ട്, ചോറുണ്ട് അടുപ്പത്ത്. അപ്പോൾ പൊന്നിട്ട് വന്നിട്ട് കുളിക്കാൻ എണ്ണ തേക്കാനൊക്കെ ഓരോന്നും എന്നോട് ഞാൻ പറയണ്ട. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നു പോയി കുളിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ അരി ഇട്ടു, വെള്ളം കഴിഞ്ഞപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ മീൻ വറുത്തതൊക്കെ അരിക്കിട്ടു. അതിൽ നിന്നെടുത്ത് തിന്ന് നോക്കിയിട്ട് ഉപ്പും ഇതൊക്കെ പാകമുണ്ടോന്ന് അതിൽ നിന്നെടുത്ത് തിന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പുതിയ ചട്ടി, പുതിയതൊന്നുമല്ല, അപ്പോൾ കുറേ പഴയതായിട്ടോ. അങ്ങനെ എന്നിട്ട് ചട്ടി വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ പുളി ആദ്യം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് തക്കാളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞിടും. എന്നിട്ട് പിന്നെ പൊടികളൊക്കെ ഇടും. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അത് തീ കത്തിച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ അത് വയ്ക്കും. അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇട്ട് കൊടുക്കും. മീനും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ആ മീൻ വേവുന്ന വരെ ഒന്ന് വേവിക്കും. അങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കാറ് കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരം കാണുന്നവർ ചിലപ്പോൾ ഞാനൊരു മത്തിക്കറി വെച്ചത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളധികം മീൻകറി ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കാറ്. പിന്നെ വെറൈറ്റി ആയിട്ട് വെക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കും, പച്ചത്തേങ്ങ അരച്ച് വയ്ക്കും, തേങ്ങ വറുത്തരച്ച് വയ്ക്കും. പിന്നെ അതല്ലാതെ പിന്നെ ഞാനല്ല, പിന്നെ ഏട്ടനാണ് ഈ യൂട്യൂബിലൊക്കെ ബാക്കിയുള്ള ആൾക്കാർ വെക്കണ പോലെ ആദ്യം വറവിട്ടിട്ട് അങ്ങനെ വെക്കാറ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ട് എൻ്റെ മുടി ഒന്ന് ഉണങ്ങി എന്ന് തോന്നിയപ്പോൾ ഞാൻ വന്നിട്ട് മുടിയൊന്നും ഇതാക്കിയത് കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും മുടിയുള്ളൂ. എൻ്റെ മുടിയൊക്കെ പോയിട്ട് എന്താ പറയുക, അതായിരുന്നു. ഇത് കാണുമ്പോഴേക്ക് ഭയങ്കര സങ്കടം, മുടി പോയ കാര്യം. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അടിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. തുടച്ചിട്ടില്ല കേട്ടോ, ഇന്നലെ തുടച്ചതാണ്. ഞാൻ അധികം ചൊവ്വയും വെള്ളിയും മാക്സിമം അധികം തുടയ്ക്കും. ചൊവ്വയും വെള്ളിയും ഞാൻ ഒഴിവാക്കാറില്ല, എന്നും തുടയ്ക്കും ചൊവ്വയും വെള്ളിയും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ നല്ല ചളിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഇടയിലൊന്നും തുടയ്ക്കുള്ളൂ. ചൊവ്വയും വെള്ളിയും എന്തായാലും തുടയ്ക്കും. അതിൻ്റെ ഇടയിലേക്ക് തുടയ്ക്കണം തോന്നിയാൽ ഞാൻ തുടയ്ക്കും. അങ്ങനെ ഇടവിട്ടിട്ടാണ് ഞാൻ തുടയ്ക്കുക. എന്നും തുടയ്ക്കാറില്ല. അടുക്കള എന്നും തുടയ്ക്കും കേട്ടോ. അത് വൈകുന്നേരം ആകുമ്പോൾ അടുക്കള എന്നും തുടയ്ക്കും. ഇതിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോഴത്തേനും ചോറൊക്കെ ആയി. അപ്പം ഏട്ടൻ നേരത്തെ വന്നിട്ടാ. ഞാൻ ചോറിനാൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏട്ടൻ പണി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാകുന്നിട്ടാ. അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നിരുന്ന് വാർപ്പിരുന്നു അത്രേ. ഇന്ന് ചായ കൊണ്ടുപോയിട്ട് ഉണ്ടാകുന്നില്ല. ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇന്ന് ചായ വേണ്ടാന്ന് പിന്നെ പറഞ്ഞത്. അങ്ങനെ ചായൻ്റെ കടിയൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് ഞാനും പൊന്നിട്ടെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം മാറ്റാൻ പറഞ്ഞു. കാരണം ഇന്ന് മനമക്കാവ് പൂരമാണ്. നമ്മളെ MT ഉണ്ടല്ലോ, MT വാസുദേവൻ നായരുടെ നാട്ടിൽ, അവിടെ കൂടല്ലൂർ നീലത്താമരൊക്കെ ഷൂട്ട് ചെയ്ത ആ അമ്പലത്തിലെ പൂരമാണെന്ന്, മനമക്കാവ് പൂരം. അപ്പോൾ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ വേഗം വീട്ടിൽ ഞങ്ങളെ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മാറ്റാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇത്ര നേരത്തെ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നട്ടപ്പാതിരക്കാണ് ഞങ്ങളവിടെ കയറി ചെല്ലൽ. അപ്പോൾ ഇന്ന് അവിടെ ആക്കിയിട്ട് അവിടെ ആക്കിയിട്ട് ഏട്ടനും പൂരത്തിന് പോകണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേഗം മാറ്റാൻ പറഞ്ഞു. ചോറിൻ്റെ പാടെ ഞാൻ പിന്നെ പാത്രം കഴുകലും വല്ലതും കഴിച്ചിട്ട് ഞാൻ മാറ്റാൻ കേട്ടോ. അപ്പോൾ ഇത് സാരി കൊണ്ട് അടിച്ച ചുരിദാറ് ഞാൻ തന്നെ അടിച്ചതാണ് കേട്ടോ. എൻ്റെ അധികം ചുരിദാറുകളും ഞാൻ തന്നെ അടിച്ചതാണ്. പിന്നെ റെഡിമെയ്ഡ് എടുക്കണതൊക്കെ എൻ്റെ അനിയത്തി എടുത്ത് തരുന്നതാണ്. അധികം ഞാൻ ഇടുന്നത് ഞാൻ അടിച്ചത് തന്നെയാണ്. അതേപോലെ തുമ്പിക്ക് അടിക്കും കേട്ടോ. വേറെ പുറത്തേക്ക് അടിച്ചു കൊടുക്കണമെന്നില്ല. ഞങ്ങൾക്കുള്ളതൊക്കെ അടിക്കും. അനിയത്തിക്ക് അടിച്ചു കൊടുക്കും, എനിക്കടിക്കും, തുമ്പിക്കടിക്കും, പിന്നെ മാമൻ്റെ മക്കൾക്കൊക്കെ അടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് പിന്നെ ഒരു ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. തിങ്കളാഴ്ച ഇട്ട് പോരുക. അപ്പോൾ പിന്നെ അധികം സാധനങ്ങളൊന്നും എത്തില്ല. അപ്പോൾ കയ്യും കാലൊക്കെ മുറിയിടാൻ കാരണം ഒരു ലോഷൻ വാങ്ങി തന്നെയായിരുന്നു അനിയത്തി. അത് തേക്കാൻ കേട്ടോ. ഞാൻ അത് തേച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ ഒന്നും ഞാൻ തേക്കാറില്ല. പൗഡറൊന്നും ഇടാറില്ല. ഒരു പൊട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യം മുതലേ ഞാൻ അങ്ങനെയാണ്, പൗഡറൊന്നും ഇടില്ല. കാരണം ചെറുപ്പത്തിൽ എപ്പോഴും നമ്മൾ വലിയ കുട്ടിയായതിന് ശേഷം മുഖത്ത് കുരു വന്നിട്ടുണ്ട്. നിറയെ കുരുവായിരുന്നു.
അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു ഈ പൗഡറൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുക, അപ്പോൾ തന്നെ നിങ്ങളെ പകുതി കുരുവൊക്കെ മാറും. ഞാൻ പൗഡർ ഇടാറില്ലല്ലോ, അന്ന് ഉപേക്ഷിച്ചതാട്ടോ ഞാൻ പൗഡർ. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ ഇതുവരെ ഞാൻ പൗഡർ ഇട്ടിട്ടില്ല. മക്കളൊക്കെ ഇടും, മക്കൾക്ക് ഇട്ട് കൊടുക്കും, പക്ഷെ ഞാൻ ഇടാറില്ല. ഞാൻ നല്ല മുഖം തുടയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അത് വെള്ളിയങ്കല്ല് പാർക്കൊക്കെ കാണാട്ടോ. വല്ലാണ്ടൊന്നുമില്ല, വണ്ടിയുമായി നിൽക്കുന്ന കാരണം നേരം വരെ ഫോൺ പിടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെ നേരെ ഫ്രണ്ടിലൊരു വണ്ടി വന്നിട്ടാണ്ട് നിന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതൊക്കെ എന്തൊക്കെയായി തല തിരിഞ്ഞിട്ട് ഇതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതി. എന്താണ് അപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്ന എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. എന്നെ ഒന്ന് കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി തിരുവാതിരയുടെ വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് കാണണം. അതിൽ നിങ്ങൾക്ക് ഈ തിരുവാതിരക്ക് എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ ചെയ്യാമെന്നും ചോയും മക്കളും വരുന്നതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും ഒപ്പം